ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഒന്നല്ല രണ്ട് റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് സോഡ, ഈസ്റ്റോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കൂടെ കഴിക്കാനായിട്ട് വെറും 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുട്ടക്കറീൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാതെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പലർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെ ആയിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുള്ളതിനനുസരിച്ച് എടുക്കുക. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി ആയതുകൊണ്ട് തന്നെ നല്ല പോലെ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു 5-6 തവണയെങ്കിലും ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരണം. ഞാനൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഏറ്റവും കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് കുതിരാനായിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ ഇത് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. 6 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ അരി എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ പച്ചരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒന്ന് അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ട് വെള്ളം മുഴുവനായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. ഞാനിപ്പോൾ പച്ചരി ഒരു അരിപ്പകൊട്ടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാറിലേക്കാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെറിയ ജാറാണ് എടുക്കുന്നതിന് 2 തവണയായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തരികളില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതേ മിക്സർ ജാറിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് കളറിലുള്ള ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ള കളറിലുള്ള ചോറാണ് ചേർത്തിട്ടുള്ളത്, ചാക്കരിയുടെ ചോറാണ് ചേർത്തിട്ടുള്ളത്. ബ്രൗൺ കളറിലുള്ള ചോറും വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പക്ഷേ അപ്പത്തിന് നല്ലൊരു കളറ് കിട്ടാനായിട്ട് വെള്ള കളറിലുള്ള ചോറ് ചേർക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നല്ലത്. പിന്നെ അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് തേങ്ങാവെള്ളം. തേങ്ങാവെള്ളം ഇപ്പോൾ ഒരു 3/4 കപ്പാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ 3/4 കപ്പ് ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാവെള്ളം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ മാവ് നല്ല സെറ്റായിട്ട് കിട്ടുക. ഇപ്പോൾ തേങ്ങാവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. നേരത്തെ അരി അരച്ച പോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. അരയ്ക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് അരച്ചെടുക്കുക. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടി പോവരുത് കേട്ടോ. തേങ്ങാവെള്ളം ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ചോറും തേങ്ങയും നമ്മൾ ആദ്യം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ള അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈയൊന്ന് നല്ലപോലെ വാഷ് ചെയ്ത് വന്ന ശേഷം നല്ലപോലെ കൈ വെച്ച് മിക്സാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ഫെർമെൻ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള പഞ്ചസാരയും തേങ്ങാവെള്ളവും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം. അത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മാവ്, അപ്പത്തിൻ്റെ മാവ് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ, പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക. ഞാൻ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് പേർക്കൊക്കെ അറിയുന്നൊരു റെസിപ്പി തന്നെയാണ്. എന്നാൽ പോലും അറിയാത്തവരും ഇതുപോലെ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാത്തവരും ഈസി ആയിട്ട് ചെയ്തെടുക്കണം എന്നുള്ളവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. കൈ വെച്ച് നല്ലപോലെ മിക്സാക്കി എടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് പുളിച്ച് പൊന്തി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. 10-12 മണിക്കൂർ വരെയൊക്കെ വെക്കുക. തണുത്ത കാലാവസ്ഥ ആണെങ്കിൽ 12 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അരി കുതിർക്കാൻ ഇടുന്നതും അരച്ച് വെക്കുന്നതൊക്കെ നേരത്തെ ചെയ്താൽ മതി. അടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ അടുപ്പിൻ്റെ ചൂട് കിട്ടുന്ന ഒരു സൈഡിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അത് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുട്ടക്കറി തയ്യാറാക്കി എടുക്കുക. വളരെ പെട്ടെന്ന്, വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സവാള കുനുകുന കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു മീഡിയം സൈസുള്ള സവാള. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി, ഒരുപാട് വലിപ്പമുള്ളതല്ല, 2 ചെറിയ തക്കാളി കുനുകുന കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2ഉം കൂടെ ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ ചതച്ചെണ്ണ ചേർക്കുക, പേസ്റ്റ് ചേർക്കരുത് കേട്ടോ. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി,
3/4 ടീസ്പൂൺ വീതം സാദാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് ചേർക്കുന്ന പൊടികളൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എരിവിൽ മാറ്റം വരുത്തുക. കുരുമുളക് പൊടിയൊക്കെ ചേർക്കേണ്ടവർക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ അര ഗ്ലാസ്സാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ തക്കാളിയും സവോളയും പൊടികളും എണ്ണയും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ആ വിധത്തിൽ നല്ലപോലെ ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ പാത്രം ഇറക്കി വെക്കണം. അപ്പോൾ കുക്കറിനുള്ളിൽ കൊള്ളുന്ന വിധത്തിലുള്ള ചെറിയൊരു പാത്രം ഇറക്കി വെക്കുക. മുട്ട വേവിച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ്, വളരെ എളുപ്പത്തിലാണ് ഈ മുട്ടക്കറി തയ്യാറാക്കി എടുക്കുന്നത്. മുട്ട വേറെ പുഴുങ്ങാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് എത്രത്തോളം മുട്ട വേണം നോക്കിയിട്ട് ആവശ്യമുള്ളത് വെച്ച് കൊടുക്കുക ആ പാത്രത്തിലേക്ക്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇതൊരു 2 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കുക. ഓരോരുത്തരെയും കുക്കറിൻ്റെ വിസിൽ എത്രത്തോളം കൊടുത്താലാണ് വെന്ത് കിട്ടുക അതിനനുസരിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 വിസിലിന് ഇത് നന്നായിട്ട് തന്നെ എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. രാവിലെയൊക്കെ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിലൊരു മുട്ടക്കറി നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കണം എന്നുള്ളവർ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തോട്ടോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. വാട്ടിയിട്ടും വഴറ്റിയിട്ടും മുട്ട വേറെ സെപ്പറേറ്റ് വേവിച്ചിട്ടും ഒന്നും സമയം കളയേണ്ടതില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ കറി. ഇതപ്പോൾ ഞാൻ 2 വിസിലിൽ കൊടുത്ത ശേഷം പ്രഷറൊക്കെ പോയ ശേഷം കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ മുട്ട വേവിച്ച പാത്രം ഞാനതൊന്ന് എടുത്ത് മാറ്റിയിട്ട് ഉണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കറി ഒന്ന് ലൂസാക്കി അങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. പക്ഷേ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി അരച്ച് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കറി ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. വളരെ കുറച്ച് തേങ്ങ കേട്ടോ, ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ആ തേങ്ങയിലേക്ക് ഒരു അര ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക. ഒട്ടും തരികളില്ലാതെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടക്കറീനെ ഞാൻ ഒന്നും കൂടി ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് മല്ലിയില ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പച്ചമുളകിന് ഒരുപാട് അങ്ങ് വെന്ത് ഇതായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഓരോന്ന് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി മിക്സാക്കി കൊടുക്കുക. കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഞാനിതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറ് ഒന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് കറിയുടെ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പച്ച തേങ്ങയാണല്ലോ നമ്മളിതിലേക്ക് അരച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തിളച്ച് മറിയാതെ വേണം ഈ കറി ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് തിളച്ച് ഇങ്ങനെ മറിഞ്ഞു പോകരുത്. അപ്പോൾ കറി കാണാനും ഒരു ലുക്ക് ഉണ്ടാവില്ല, കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ തേങ്ങ ഒഴിച്ചു കൊടുത്ത പാട് പെട്ടെന്ന് ഞങ്ങൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയും ചെയ്ത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അപ്പം നല്ലപോലെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് കൈയെടുക്കാതെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നല്ലപോലെ കറി ഒന്ന് ചൂടായ ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഞാൻ മുട്ട പുഴുങ്ങിയത് തോലൊക്കെ കളഞ്ഞിട്ട് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ ഈ മുട്ടക്കറി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇതാപ്പോൾ ഞാനൊരു 12 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. മാവ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മാവ് ഒരുപാട് അങ്ങ് പൊന്തി വരില്ല. എന്നാൽ കുറച്ച് പൊന്തിയിട്ടുണ്ടാവും കേട്ടോ. തീരെ പൊന്താതിരിക്കില്ല, കുറച്ച് പൊന്തിയിട്ടുണ്ടായിരിക്കും. ഇതിൽ കുഞ്ഞു കുഞ്ഞു ബബിൾസൊക്കെ വന്നിട്ട് മാവ് നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ക്യാമറയിൽ എത്രത്തോളം നന്നായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട് എന്ന് അറിയില്ല കേട്ടോ. പക്ഷെ നമ്മുടെ മാവ് നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വല്ലാതെ മാവ് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കുക. ഓവറായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കരുത് കേട്ടോ മാവ്. കാരണം നമ്മളിതിലേക്ക് ഉപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് ഇളക്കി മിക്സാക്കി വെച്ചതാണല്ലോ. അപ്പോൾ ഇനി അതൊന്നും ചേർത്ത് ഇളക്കിയെടുക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റും.
അപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി അത്യാവശ്യം നന്നായിട്ട് ചൂടാവണം, ഓവറായിട്ട് ചൂടാവും ചെയ്യരുത്. നല്ല പോലെ ചൂടായ ശേഷം ഇതുപോലെ ഓരോ തവിയും മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പം നടുക്കിൽ ഒരുപാട് കട്ടിക്ക് വരുന്നത് ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നടുക്കിൽ തന്നെ ഒരുപാട് കട്ടിയിലാക്കാത്തത്. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കൽ കഴിഞ്ഞ ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഹോൾസ് വരണം. ഹോൾസ് വന്ന ശേഷം മാത്രം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. മൂടി വെച്ച് പിന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു 4-5 സെക്കൻഡ് മൂടി വെച്ചാൽ മതി, അപ്പോൾ തന്നെ നമുക്കിതായി കിട്ടും. ഇതാണ്ടോ നമ്മുടെ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, കാണാനൊക്കെ നല്ല ഒരുപാട് ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ല പൂ പോലത്തെ അപ്പം തന്നെ പറയാം കേട്ടോ. നല്ല അപ്പമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓരോ തവണ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് ചട്ടിയുടെ ചൂടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ചുറ്റിക്കൽ കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർ, ഈ മെത്തേഡിൽ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ തുടക്കക്കാർക്ക് പോലും ഫ്ലോപ്പ് ആവാതെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് പേര് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്, അപ്പം ഉണ്ടാക്കിയാൽ റെഡി ആവുന്നില്ല, ശരിയായിട്ട് കിട്ടുന്നില്ല എന്നുള്ളവർ. അപ്പോൾ ഇതാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. കപ്പി കാച്ചേണ്ട ആവശ്യമില്ല, ഈസ്റ്റ് ചേർക്കേണ്ട, സോഡാപ്പൊടി ചേർക്കേണ്ട. നമ്മൾ തേങ്ങ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ആ തേങ്ങാവെള്ളം ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. രാവിലെ പൊട്ടിച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതപ്പോൾ നമ്മുടെ അപ്പങ്ങളെല്ലാതും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. എത്ര നേരം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഈ അപ്പം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അപ്പത്തിൻ്റെ മുട്ടക്കറീൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോവില്ല കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.